പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്തായിരിക്കുകയാണ്. സൂര്യയാണെന്ന് കരുതി എല്ലാ സത്യവും വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് അഞ്ജലി. ഇതേ തുടർന്ന് കാര്യങ്ങളറിയുന്ന മനു സൂര്യയോട് ഈ ചതി എന്നോട് വേണമായിരുന്നോടാ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന സൂര്യ, എനിക്ക് അഞ്ജലിയെയാണ് മനു വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല, മനസ്സിലായതുമില്ല. എനിക്കൊരു ഫോട്ടോ പോലും അയച്ചു തന്നിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയത്. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ തീരുമാനം? ഈ പ്രകാശനും അപ്പോൾ സൂര്യപ്രകാശ് എന്ന എൻ്റെ പേര് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. നിങ്ങളിവിടെ എന്നെ പ്രകാശൻ എന്ന് വിളിക്കുമ്പോൾ പുറത്ത് ഒരു ഫാഷന് വേണ്ടി ഞാൻ സൂര്യ എന്നായിരുന്നു പരിചയപ്പെടുത്തുമായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കൺഫ്യൂഷൻ ഉണ്ടായത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നുള്ള കാര്യം എനിക്കും അറിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അഞ്ജലി മനുവിനെയാണ് വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അതോടെ ഞാൻ ആകെ പോവുകയായിരുന്നു. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്കൊരു തീരുമാനം എടുക്കാനുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയാടാ നിന്നെയും നിന്റെ കുടുംബത്തെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുക? ഇത് കേൾക്കുന്ന മനു, ഏയ് അതൊന്നും സാരമില്ലടാ, എനിക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനും ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചവനല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അഞ്ജലി എന്നോട് സൂര്യയുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യം നേരത്തെ മനസ്സിലാക്കി നിങ്ങളെ ഇപ്പോൾ ഒന്നിപ്പിച്ചേനെ. ഇത് കേൾക്കുന്ന സൂര്യ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. മനു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് നിനക്ക് വല്ല തിരിച്ചറിവുണ്ടോ? എടാ ഉണ്ടടാ, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവുമില്ല. നിങ്ങൾ ഒന്നിക്കണം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ച വിവാഹമായിരുന്നല്ലോ. മാത്രവുമല്ല, അഞ്ജലിയുടെ മനസ്സ് നിറയെ നീയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഒരാളെ വെച്ച് മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കുക അതൊരു സ്ത്രീക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ഒരു കോംപ്രമൈസിന് വേണ്ടി തയ്യാറാകുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് അഞ്ജലിക്ക് ഒരു നല്ല ജീവിതം ലഭിക്കണം എന്ന് തന്നെയാണ്. അഞ്ജലി എൻ്റെ ഫ്രണ്ടാണ്. അവൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുന്നത് എനിക്കും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണ സമ്മതത്തോടെ നിങ്ങളെ ഇരുവരെയും ചേർത്ത് വയ്ക്കാൻ ഞാൻ തീരുമാനമെടുത്തത്. പക്ഷേ എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ അടുത്ത ഫ്രണ്ടായിട്ടും നീ ഈ കാര്യം എന്നോട് പറയാൻ തയ്യാറായില്ലല്ലോ. ഇങ്ങനെയൊരു സംഭവം വേണ്ടി വന്നല്ലോ ഞാൻ സത്യങ്ങൾ അറിയാൻ എന്നത് മാത്രം. എടാ മനു, ഞാൻ എങ്ങനെയാടാ നിന്നോട് പറയുക? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എനിക്കതിന് സാധിക്കുമോ? ഒരിക്കലുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് നിനക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇപ്പോൾ നീ ഈ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഞാനെടുത്ത തീരുമാനം വ്യക്തമാക്കാം. എനിക്ക് അഞ്ജലിയെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, നീയും അഞ്ജലിയും സന്തോഷത്തോടെ ജീവിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പോൾ വീട്ടുകാരെല്ലാം അഞ്ജലിയെ സ്നേഹിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടവനാണ്. എനിക്ക് എങ്ങനെയാടാ നിങ്ങളുടെ കുടുംബത്തോട് ഒരു ദ്രോഹം ചെയ്യാൻ സാധിക്കുക? എനിക്ക് അതിന് സാധിക്കുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
എടാ, അതൊന്നും നീ വലിയ കാര്യമാക്കേണ്ട. നീ നിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. അത് മാത്രം നീ ചെയ്താൽ മതി. എന്തായാലും നിങ്ങളെ ഒന്നിപ്പിക്കുക എന്നത് ഇനി എൻ്റെ കൂടി ഒരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരുമോ അതൊക്കെ ചെയ്ത് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. ഇത് അഞ്ജലിയുടെയും നിന്റെയും സുഹൃത്തായ മനു നൽകുന്ന വാഗ്ദാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനു പോകുന്നു. ഇതോടെ സൂര്യ അഞ്ജലിയോട്, എന്തൊക്കെയാ നീ കാണിക്കുന്നത് എന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? ആക്ച്വലി ഞാൻ നീയാണെന്ന് കരുതിയ ഇതൊക്കെ അവനോട് പറഞ്ഞത്. അല്ലാതെ മനുവിനോട് ഞാൻ ഈ സത്യങ്ങൾ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓഹ്, ഇനി എന്തു ചെയ്യാനാ? കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. ഇനി ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആകെ ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലാണ്. ഇതേ തുടർന്ന് ഇനി മറ്റുള്ള ആരെങ്കിലും ഈ കാര്യം അറിയുന്നതിന് മുൻപ് തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സൂര്യ പോവുകയാണ്. ഇതേ സമയം അഞ്ജലി മനുവിനെ വീണ്ടും ചെന്ന് കാണുകയാണ്. മനുവിനോട്, മനു, നിനക്ക് വിഷമമുണ്ടോ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ? ഇത് കേൾക്കുന്ന മനു, ഞാൻ വിഷമിക്കുന്നതിലല്ല, എനിക്ക് നിങ്ങളെ ഒന്നിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നീ എൻ്റെ നല്ലൊരു സുഹൃത്തായിട്ടും ഈ കാര്യം എന്നോട് പറഞ്ഞില്ല എന്നുള്ളത് ചെറിയ വേദന നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം നിനക്കെന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ നീ ഈ കാര്യം മറച്ചു വെച്ചത് എന്നത് മാത്രം. എന്തായാലും ഇനി കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നു മനു പറഞ്ഞത് അഞ്ജലിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.